എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ്, ഋഷി യോഗ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. പലരും എന്നോട് ചോദിച്ചതാണ്, ഞാൻ എപ്പോഴും വെയിറ്റ് ലോസിനുള്ള വീഡിയോ ഒക്കെയാണ് ഇടുന്നത്, അപ്പൊ വെയിറ്റ് വെക്കാനുള്ള വീഡിയോ ഇടുന്നില്ല എന്ന്. അപ്പം കുറേ പെൺകുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് വണ്ണം വെക്കണം, കവിള് തുടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് പറ്റിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പേ എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പ്. അത് കുറെ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ കൊടുക്കും. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകളൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതുകൂടാതെ ഞാൻ ഫേസ് യോഗ ഇടുകയും അതിന്റെ എല്ലാ വീഡിയോയുടെ കമന്റിലും എന്നോട് പേഴ്സണലായിട്ടൊക്കെ ചോദിക്കാറുമുണ്ട്. ഇത് പഠിക്കണം, അവർക്ക് അഡ്വാൻസ് ആയിട്ട് ഫേസ് യോഗ പഠിക്കണം, അതിന്റെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. കുറേ നാളിന് മുന്നേ ചോദിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അപ്പോഴൊന്നും ടൈം ഇല്ലായിരുന്നു. അപ്പൊ ഈ ജൂൺ 1 ഒരു 5 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പായിട്ട് ഞാൻ അത് തുടങ്ങുന്നുണ്ട്. ഒരു കോഴ്സായിട്ട് 5 ദിവസത്തെ പൂർണ്ണമായിട്ടുമുള്ള ഫേസ് യോഗ, എല്ലാ തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായിട്ട് ഒരു ക്ലാസ് ചെയ്യുന്നുണ്ട്. അത് ജൂൺ 1 5 ദിവസം, ഓരോ ദിവസം ഓരോ മണിക്കൂർ വെച്ച് 5 ദിവസത്തെ ക്ലാസ് ആയിരിക്കും. അതിന്റെ ടൈമും ഡീറ്റെയിലും ഒക്കെ ഞാൻ എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ പറയുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യേണ്ടവരെ അതിന് എന്നെ പേഴ്സണലായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, വണ്ണം കൂട്ടാനുള്ളതാണ്. 100% റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. കാരണം എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിക്കറിയാവുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടി, ഞാൻ ഒരു ഷോപ്പിൽ പോകുമ്പോൾ എല്ലാ മാസവും ഞാൻ ആ കടയിൽ പോകുന്ന സമയത്ത് ഈ കുട്ടിയെ കാണാറുണ്ട്. അപ്പൊ ഈ അടുത്തിടെ ഒരു 2-3 മാസത്തിന് മുന്നേ ഞാൻ പോയി ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, അയ്യോ മറ്റേ കുട്ടി എന്തേ, വേറൊരു കുട്ടിയെ കണ്ടത്. അപ്പൊ ചോദിച്ചു, മറ്റേ കുട്ടി ഇവിടുത്തെ സ്റ്റാഫ് എന്തേന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ഓണർ പറഞ്ഞു, ഇല്ലല്ലോ ഈ ഒരു കുട്ടിയേ ഉള്ളൂ, ഇത് തന്നെയെന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി എന്നോട് പറയാ, അയ്യോ മാഡം ഇത് ഞാൻ തന്നെയാണ്. ഞാൻ ഞെട്ടിപ്പോയി. അതിന് നല്ല വ്യത്യാസം, എനിക്ക് തിരിച്ചറിഞ്ഞില്ല. സത്യമായിട്ടും പറയാണ്, തിരിച്ചറിഞ്ഞില്ല. അത്രയ്ക്കും അത് മറ്റേ മെലിഞ്ഞൊരു കുട്ടിയായിരുന്നു. അപ്പം കവിളൊക്കെ വെച്ച് വണ്ണം വെച്ച് ഒരു സുന്ദരിയായിട്ടിരിക്കുന്നു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ വണ്ണം വെച്ച് അതാ എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തോ ചെയ്ത് ഇത്രയും വണ്ണം വെക്കാനെന്ന് പറഞ്ഞു. അപ്പൊ വൃത്തികേടായിട്ടൊന്നും അല്ല, കുറച്ച് വണ്ണം വെച്ചോളൂ. 10-22 വയസ്സേ ഉള്ളൂ, പക്ഷെ എൻ്റെ മാരേജ് ഒക്കെ റെഡിയായി. അപ്പൊ അത് കാരണം വണ്ണം വെക്കാൻ വേണ്ടി ചെയ്തതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പം അത് പറഞ്ഞു തന്നതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വീഡിയോ ഇടുന്നത്. 100% റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ ഞാനത് പലർക്കും പറഞ്ഞു കൊടുക്കുകയും ചെയ്ത്. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മോളുടെ കല്യാണമായി, അതിന് പറഞ്ഞു കൊടുത്ത്, അതിനും വണ്ണം വെച്ച്. അപ്പൊ അതുകൊണ്ട് 100% വണ്ണം എന്ന് പറഞ്ഞാൽ ഓവറായിട്ടുള്ള വണ്ണമല്ല, നമുക്കൊരാവശ്യത്തിനുള്ള വണ്ണം, കവിള് തുടുപ്പും ഒരു സൗന്ദര്യവും കൂടുകയും ചെയ്യുന്ന ഒരു ഷെയ്ക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ നിങ്ങൾ ഡെയിലി അത് ചെയ്യുക. 10 ദിവസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതിന് വേണ്ടുന്ന സാധനം എന്ന് പറയുന്നത് ഒരു ഏത്തപ്പഴം. ഒരാൾക്ക് വേണ്ടിയുള്ള, ഒരു ആൾക്ക് കഴിക്കുന്നതാണ് ഒരു നേരം. ഒരു ഏത്തപ്പഴം, ഒരു 4-5 നട്ട്സ്, ഒരു 4 ഏത്തപ്പഴം. ഇത് കുരു കളഞ്ഞതാണ്. കുരു ഉള്ളതാണെങ്കിൽ നമ്മൾ കുരു കളഞ്ഞെടുത്താൽ മതി. പാല്, ഒരു ഗ്ലാസ് കാച്ചിയ പാല് തണുപ്പിച്ചത്. പച്ചപ്പാൽ ഒരിക്കലും ചെയ്യരുത്, കാച്ചിയ പാൽ. ഒരുപാട് ആൾക്കാർ പച്ചപ്പാലൊക്കെ, പക്ഷെ അത് വയറ്റിന് കേടാണ്. പക്ഷെ ഇത് കാച്ചിയ പാല് തണുപ്പിച്ചതാണ്. പിന്നെ അടുത്തത് വേണ്ടുന്ന നമുക്ക് പീനട്ട് ബട്ടർ. ഇത് വണ്ണം വയ്ക്കാൻ വളരെ നല്ലതാണ്. പീനട്ട് ബട്ടർ അറിയാമല്ലോ, അതിന്റെ ഒരു സ്പൂൺ നമുക്ക് എടുക്കാം. നല്ല ഒരു സ്പൂൺ അതിനകത്ത് ചെയ്യാം. അപ്പം ഇത് ഇത്രയും വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത്രയും നല്ല വണ്ണം കൂട്ടാനുള്ള വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ നമുക്കത് എങ്ങനെയാ ചെയ്ത, പഴം മിക്സിയിലേക്ക്, ഇത് വലിയ പഴമാണെങ്കിൽ, പക്ഷെ ഒരുപാട് അങ്ങ് പഴം ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് കുറുകി ചില കുട്ടികൾ കുടിക്കത്തില്ല. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ഇത് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലും വളരെ ഒരു കുഴപ്പമില്ല. പിന്നെ ശേഷം നമ്മൾ നട്ട്സ്, ഈത്തപ്പഴം, നല്ല ഒരു സ്പൂൺ പീനട്ട് ബട്ടർ ഇടാം. ഇത് കൈ കൊച്ച് തൊട്ടാലേ പറ്റത്തുള്ളൂ, അല്ലാതെ ഇത് വീഴത്തില്ല. പിന്നെ ഒരു ഗ്ലാസ് പാല്. അതെ, ഇത്രയും കൂടെ അടിച്ചിട്ട് ഞാൻ വരാം. നന്നായിട്ട് അടിച്ച് നല്ല ഇതാക്കി കഴിഞ്ഞിട്ട് ഷേക്കായിട്ട് നമ്മൾ കുടിക്കുക ചെയ്യുന്നത്. അപ്പൊ ഞാനിത് അടിച്ചിട്ട് വരാം. ഞാനിതിപ്പം അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്.
അതെ, നമുക്ക് ഇങ്ങനെ കാണാം. അരിക്കൊന്നും വേണ്ട. നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ക്കാണ്. വളരെ വിറ്റാമിൻ ആണ്, അറിയാമല്ലേ, ഹെൽത്തി ഡ്രിങ്ക് ആണ്. നല്ല മധുരമൊക്കെ ഉണ്ട്. മധുരം എന്ന് വെച്ചാല് ഇതിനകത്ത് ഒരു മധുരവും ചേർത്തിട്ടില്ല. ഇതിനകത്ത് ഈത്തപ്പഴത്തിന്റെയും ആ നട്ട്സിന്റെയും ഒക്കെ ഉള്ള മധുരമേ ഉള്ളൂ. ഒരു മധുരവും ചേർക്കരുത്. ഇത് തന്നെയാണ് കറക്റ്റ് ടേസ്റ്റ്. ഇപ്പൊ ഇതിന് തന്നെ നല്ല മധുരമുണ്ട്. ഇത്രയും ലൂസായിട്ട് കുടിച്ചാലേ കുട്ടികളെല്ലാം പക്ഷെ കുടിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ ബാക്കി നമ്മളിപ്പോ വലിയൊരു തടിച്ച ഏത്തപ്പഴമോ അല്ലെങ്കിൽ 2 ഏത്തപ്പഴമോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതങ്ങ് കുറുകയിരിക്കും. അത് നമുക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോ ഇത്രയല്ല, ഇത് 2 ഗ്ലാസ് കുടിച്ചാലും ഒരു കുഴപ്പമില്ല. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ 2 ഏത്തപ്പഴം ചേർക്കാൻ. 2 ഏത്തപ്പഴം ചേർക്കുമ്പോൾ പാലിന്റെ അളവ് കുറച്ചുകൂടെ കൂട്ടണം. അല്ലാതെ 2 ഏത്തപ്പഴം ചേർത്തിട്ട് എടുത്തിട്ട് 1 ഗ്ലാസ് പാല് ചേർത്താൽ കുറുകി പോകും. അത് കുടിക്കത്തില്ല, കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ കുടിക്കും. അതൊരു 2 ഗ്ലാസ് ഒക്കെ വേണമെങ്കിലും കുടിക്കാം. ഇത് കറക്റ്റ് രാവിലെ ഇപ്പൊ നമുക്ക് സ്കൂളിലോ കോളേജിലോ പോവുകയാണെങ്കിൽ ചിലവർക്ക് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും. സമയമില്ല അവർക്ക്, ബാക്കി എല്ലാത്തിനും സമയമുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കാണത്തില്ല. അങ്ങനെയുള്ളവർക്ക് ഇത് കുടിച്ചിട്ട് പോയാൽ ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു ഇതും കൂടെ ഉണ്ട്. നമ്മൾ ചപ്പാത്തി, രാവിലെ ചപ്പാത്തി ഉണ്ടെങ്കിൽ ഈ ചപ്പാത്തി ഇപ്പൊ നമുക്കിത് ബുദ്ധിമുട്ടി കുറച്ച് വണ്ണം വെക്കണം. അപ്പൊ നമ്മുടെ കല്യാണമൊക്കെ ആയി, കുറച്ച് വണ്ണമൊക്കെ വേണം, മെലിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് തുടുപ്പൊക്കെ വരണം എന്നൊക്കെ ഉള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് ചെയ്യുന്നത്. എന്നുവെച്ചാൽ വണ്ണം വേണമെന്ന് ആഗ്രഹമുള്ളവര്. അപ്പം നമ്മൾ അതിൻ്റെ ഓടൊപ്പം കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിക്കകത്ത് ഇതുപോലെ 1 സ്പൂൺ പീനട്ട് ബട്ടർ ഇങ്ങനെ നന്നായിട്ട് 1 സ്പൂൺ നല്ല വലിയൊരു ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ എടുത്ത് ചപ്പാത്തിക്കകത്ത് പുരട്ടി കഴിഞ്ഞിട്ട് ഈ ചപ്പാത്തി ഇങ്ങനെ റോള് പോലെ ചുരുട്ടിയിട്ട് 2 എണ്ണം കഴിക്കുക. ഇതും കുടിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് 10 ദിവസത്തിനകം തീർച്ചയായിട്ടും വണ്ണം വെക്കും. അത് ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ പെട്ടെന്ന് വണ്ണം വെക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ കവിളും ഒക്കെ ഉണ്ടാവും. ചില ആൾക്കാർക്ക് കവിളിന്റെ കാര്യത്തിനൊക്കെ ഒരുപാട് പ്രശ്നമുണ്ട്, കവിള് വേണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ കവിള് വെക്കും, വണ്ണം വെക്കും ഒക്കെ ചെയ്യും. പിന്നെ ഹെൽത്തി ഡ്രിങ്ക് ആയിട്ട് ഇത് മാത്രം കുടിച്ചാലും നമുക്ക് ഡെയിലി കുടിക്കാവുന്ന വളരെ നല്ലതാണ്. അതിനോടൊപ്പം ഈ ചപ്പാത്തി ഇതും കൂടെ ചെയ്ത് ഇതും കുടിച്ച് ഡെയിലി കഴിക്കുക. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് അളവ് കുറച്ച് കുറെ പ്രാവശ്യമായിട്ട് കഴിക്കുക. വണ്ണം വയ്ക്കുക. ഒരുപാട് മാർഗമുണ്ട്. നമ്മുടെ പഴമയുടെ പ്രതീകമായ പഴങ്കഞ്ഞി അത് കുടിച്ചാൽ നല്ലത് തന്നെയാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ പഴങ്കഞ്ഞി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ പെമ്പിള്ളാർക്ക് പഴങ്കഞ്ഞി എന്നൊരു ഒരു പുച്ഛമാണ് അവർക്ക്. പക്ഷെ ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മെനക്കെട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യുക. 100% റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. നല്ല ഒരു പ്രത്യേക ഗ്ലേസിങ്, ഫേസിനൊക്കെ നല്ലൊരു തിളക്കവും കൂടെ വരും ഇത് കുടിച്ചു കഴിഞ്ഞാല്. അപ്പൊ കുടിച്ചു കഴിഞ്ഞിട്ട് കമന്റ് ഇടുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ചിലത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നില്ലെന്ന്. അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒക്കെ ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രമേ ഇതിന്റെ നമുക്ക് നോട്ടിഫിക്കേഷൻ പിന്നെയും വരത്തുള്ളൂ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ പ്രസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യുമെന്ന വിശ്വാസത്തോടെ നന്ദി.